നമുക്കിത് കുടിച്ചോക്കിയാലോ? നല്ല രസമുണ്ട്. നാളെ വരില്ല, സത്യമായിട്ട് നല്ല രസമുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്തേക്കണം. ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതുകൊണ്ട് ഈത്തപ്പഴവും പിന്നെ ബൂസ്റ്റും പഴം കൊണ്ടാട്ടെ ഞാൻ ബൂസ്റ്റ് ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ബൈ. എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്തൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഷേക്കാണ് ബൂസ്റ്റ് ഷേക്ക് പറഞ്ഞത്. അപ്പോൾ അത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈത്തപ്പഴം വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഈത്തപ്പഴം വെള്ളത്തിലിട്ട് കണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണേ. അത് അതിൻ്റെ വരെ കുരു കളഞ്ഞുകാണ്ട് വെക്കലാണ് നല്ലത്. അങ്ങനെയും ചെയ്യുക, അതിൽ കുരു കളയാതെ വെക്കും ചെയ്യുന്നുണ്ട്. പിന്നെ കുരു കളഞ്ഞുകാണ്ട് ഉണ്ടാക്കുക. പക്ഷെ ഞാൻ കുരു കളഞ്ഞിട്ടില്ല. സാധാരണ കുരുയൊക്കെ കളയലുണ്ട്, ഇന്ന് കളഞ്ഞിട്ടില്ല. അപ്പോൾ അതങ്ങനെ വെച്ചിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. വായോ. അപ്പോൾ ഈത്തപ്പഴം വെള്ളത്തിലിട്ടത് നോക്കാം കേട്ടോ. ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. മിനിമം ഇങ്ങനെയൊക്കെ ആവണം കേട്ടോ ഈത്തപ്പഴം വെള്ളത്തിലിട്ടത്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തേക്ക് ആക്കാം. നമുക്കിനി ഇതിലേക്ക് ആക്കാം. ഓരോന്നായിട്ട് എടുത്തിട്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇടാൻ കേട്ടോ. ഒരു ഈത്തപ്പഴം ഇങ്ങനെ ഇട്ടു. ഇനി ഈത്തപ്പഴത്തിൻ്റെ ഈ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് പായം വേണം. പായം രണ്ടും മുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതവിടെ പാലുണ്ട്, കുറച്ച് പാലും വേണം. ഫ്രിഡ്ജിൽ വെച്ചാൽ പറ്റില്ല, കുറച്ച് തണുപ്പൊക്കെ വേണേ. നമുക്ക് പായം കട്ടി എടുക്കാം. നമുക്ക് വേണമെങ്കിൽ എത്ര പായം വേണമെങ്കിൽ എടുക്കട്ടെ. ഞാനിവിടെ ഞങ്ങൾ സ്ഥലം ഉണ്ടാക്കുമ്പോൾ ഒന്ന് എടുക്കലുള്ളൂ. പിന്നെ ഇതവിടെ ബൂസ്റ്റ് ഉണ്ട്. ഇനി പഞ്ചസാര ഒക്കെ ഇടണം. അതൊക്കെ അപ്പം കാണിച്ചു തരാം കേട്ടോ. പഴം ചെറിയതായാലും ചെറിയ കട്ടായാലും വലുതായാലും എങ്ങനെ പിടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇത് പാല് ഫ്രിഡ്ജിലാക്കാണ്. നല്ല തണുപ്പൊക്കെ വേണം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല ഇല്ലെങ്കിൽ തണുത്തുള്ള ഫ്രിഡ്ജിൽ വെക്കുക. അല്ലെങ്കിൽ ഐസ് കെട്ടുക. തണുത്തുള്ള ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് എന്നിട്ട് ആ വെള്ളം അതിലേക്ക് ഒഴിച്ചാലും മതി. ഇനി നമുക്ക് മിക്സി ഉണ്ട്. ഇനി നമുക്ക് ഈ പഴത്തേക്ക് ഇട്ടെടുക്കാം മിക്സിയിലേക്ക്. ഈത്തപ്പഴം അതിലേക്ക് അതിൻ്റെ വെള്ളം വേണം കേട്ടോ. ഇനി പാല് ബൂസ്റ്റ് ഇടാം. ബൂസ്റ്റ് ഒരു പാക്കറ്റ് ഫുള്ള് ഇടണം കേട്ടോ. ഇനിയാണ് നമുക്ക് പഞ്ചസാര ഇടണം. എന്നിട്ടാണ് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടാവും. പഞ്ചസാര നിങ്ങൾക്ക് വേണ്ട അത്ര രീതിയിൽ ഇടാം കേട്ടോ. ഇങ്ങനെ നല്ലോണം അയച്ചെടുക്കാം. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇത് അതിൻ്റെ മേലെ ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇടാം. നമുക്ക് ബൂസ്റ്റ് ഇടാം. ഫസ്റ്റ് കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. നമുക്കിത് കുടിച്ചോക്കിയാലോ? ഞെഡ്സും പിന്നെ ബൂസ്റ്റും. നല്ല രസമുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്തേക്കണേ. അപ്പോൾ ബൈ.